ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്, കോവയ്ക്ക വെച്ചിട്ട് നല്ലൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കോവയ്ക്ക നമുക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. എന്താ വെച്ചാൽ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ കോവയ്ക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ദഹനശക്തി നല്ലോണം വർദ്ധിപ്പിക്കും. പിന്നെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. അങ്ങനെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ ഈ കോവയ്ക്ക. പിന്നെ കോവയ്ക്കേൻ്റെ ഇലയും നമുക്ക് നല്ലതാണ് കേട്ടോ, ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അത്രയും നല്ലതാണ്. അപ്പം ആ കോവയ്ക്ക വെച്ചിട്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് തോരൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. തോരൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മളിവിടെ കോവയ്ക്ക വെച്ചിട്ടാണല്ലോ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും കോവയ്ക്ക എടുത്തിട്ടുണ്ട്. കോവയ്ക്കൊക്കെ നമ്മൾ എത്ര കൊണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്തോളാം കേട്ടോ. പിന്നെ നാളികേരം ചിരകിയത്, ഒരു ചെറിയൊരു മുറി നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കറിവേപ്പില വേണം. കറിവേപ്പില നമ്മളുടെ വീട്ടിലുണ്ടായ കറിവേപ്പില തന്നെയാണ്. പിന്നെ കുറച്ച് മുളക് ചതച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. നമുക്ക് വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കോവയ്ക്ക തോരൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമുക്കിവിടെ കോവയ്ക്ക ഈ 2 ഭാഗം ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതാക്കി നോക്കാം, അപ്പോഴാണ് നന്നായിട്ടിരിക്കുക. വട്ടത്തിൽ വേണമെങ്കിൽ വട്ടത്തിൽ കട്ട് ചെയ്തോളാം. ഞാനിവിടെ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ 4 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ചെറുതാക്കി നോക്കി കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം ഇങ്ങോട്ട് വെന്തിട്ടാവും ചെയ്യാം. അല്ലെങ്കിൽ വേഗം വേവും. എന്നാലും നമുക്ക് അതിങ്ങനെ ചെറുതായി ഇരിക്കുമ്പോഴാണ് കൂടുതൽ കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. വട്ടത്തിൽ വേണമെങ്കിൽ വട്ടത്തിലും ആക്കിക്കോളാം. അപ്പൊ നമുക്ക് ഇതേപോലെ ഞാനിതെല്ലാതും കൂടി കട്ട് ചെയ്തെടുക്കട്ടെ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ വെളിച്ചെണ്ണ ഒന്നും കൂടി ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്നും കൂടി പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സവാള നുറുക്കി വെച്ചിട്ടില്ല, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നും കൂടി വഴഞ്ഞ് വരട്ടെ. അതിൻ്റെ ഒപ്പം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതേപോലെ നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി, ഇട്ട് കൊടുത്തു. ഇനി ഒന്നും കൂടെ ആയി വരട്ടെ. സവാളയും എല്ലാതും കൂടി നന്നായിട്ട് ഇങ്ങോട്ട് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ കോവയ്ക്ക ഞാൻ എല്ലാതും 4 ആക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് മണ്ണുള്ളതാണ് 4 ആക്കിയത്. മറ്റതൊക്കെ ഞാൻ 2 ആക്കിയിട്ടാണ് ആക്കിയിട്ടുള്ളൂ. അത് നമുക്ക് എങ്ങനെയാ വട്ടത്തിൽ വേണമെങ്കിൽ വട്ടത്തിലാവാം, നീളത്തിൽ വേണമെങ്കിൽ ആവാം. എന്താ വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തോളാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഈ കോവയ്ക്ക ഇട്ട് കൊടുക്കാം. കോവയ്ക്ക ഇട്ട് കൊടുത്ത് നന്നായി എന്താണ് ഇളക്കി കൊടുക്കാം. വെള്ളമൊന്നും തീരെ ഒഴിക്കാൻ പാടില്ല, ഇതിൽ തന്നെ വെള്ളമുണ്ട്. ഈ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അങ്ങനെ അടച്ചു വെക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കിയതിന്റെ ശേഷം നമുക്ക് ഈ മുളക് ചതച്ചതുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഒന്നും കൂടി ഇങ്ങോട്ട് അടഞ്ഞിരിക്കട്ടെ. അതിന്റെ ശേഷം നമുക്ക് നാളികേരം ചിരകിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ അടഞ്ഞിരിക്കട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കുക.
നന്നായി ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ നാളികേരം ചെറുകിയത് നമ്മൾ വെച്ചിട്ടില്ലേ, അതും കൂടി ഇട്ടതിൻ്റെ ശേഷം നമുക്കൊന്നും കൂടി അങ്ങോട്ട് തട്ടിപ്പൊത്തി അങ്ങോട്ട് വെക്കാം. ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. എല്ലാം കൂടിയിട്ടൊന്ന് ഇങ്ങനെ തട്ടിപ്പൊത്തി നമുക്ക് അവിടെ വെക്കാം. ഒന്നും കൂടി അങ്ങോട്ട് ചെറിയ തീയിൽ ഒന്നും കൂടി ഇങ്ങോട്ട് ആവട്ടെ. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കുക. കണ്ടില്ലേ, നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് കാണിക്കാം. കോവയ്ക്കയ്ക്ക് വലിയ വേവൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, കോവയ്ക്ക നമ്മൾ പച്ച കോവയ്ക്ക കഴിക്കും, ഭയങ്കര നല്ലതാണ്. പച്ച കോവയ്ക്ക നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കടിച്ച് കടിച്ച് കഴിക്കുമല്ലോ. അത് ഈ ചെറിയ വെള്ളരിക്കയുടെ പൂവ്, നമ്മൾ പൂവല്ല ചെറിയ ചെറിയ വെള്ളരിക്ക ഉണ്ടാകുമ്പോൾ നമ്മളത് കടിച്ച് തിന്നില്ലേ, അതേ ടേസ്റ്റാണ് കോവയ്ക്ക. അപ്പൊ ഞാനിത് വാങ്ങിയിട്ട് വേറെ പാത്രത്തിലാക്കി കാണിക്കാം. അങ്ങനെ നമ്മുടെ കോവയ്ക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. ഇത് നമുക്ക് ഷുഗർ പേഷ്യൻറ്റിന് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ പിന്നെ എന്താ പറയുക, വയറിൽ കഴിച്ചു കഴിഞ്ഞാൽ ദഹനത്തിനൊക്കെയും വളരെ നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഏറ്റവും നല്ലതാണ് ഇങ്ങനെ കോവയ്ക്ക കഴിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ കോവയ്ക്ക, ഈ ചള്ള് കോവയ്ക്ക ഉണ്ടല്ലോ, അത് കടിച്ച് കടിച്ച് തിന്നാൻ ഭയങ്കര സ്വാദുണ്ട്. ഈ വെള്ളരിക്ക പൂവലൊക്കെ നമ്മള് ഇങ്ങനെ പൊട്ടിച്ചിട്ട് തിന്നില്ലേ, അതേപോലെയാണ് ഇപ്പൊ ഈ കോവയ്ക്കയുടെ ഇങ്ങനെ ഉണ്ടായി വരുമ്പോ കഴിക്കണതേ. ഇതേപോലെ പിന്നെ സരിതയുടെ വീട്ടിൽ ഞങ്ങൾ പോണ സമയത്ത് ഞങ്ങൾ ആദ്യം വീട്ടിലേക്ക് എന്താ കയറുക, ആദ്യം കോവയ്ക്കയുടെ അടുത്തേക്ക് ഓടുക. അവിടെ പോയിട്ട് ആ കോവയ്ക്ക ഉണ്ടാവുന്നതൊക്കെ ഞാനും ഇല്ലാതെയും കൂടി എല്ലാം പൊട്ടിച്ച് കഴിക്കും. മറ്റവരൊക്കെ അങ്ങനെ അകത്തേക്ക് എത്തിയിട്ടുണ്ടാവും, ഞങ്ങൾ രണ്ടാളെയും കാണില്ല. എന്താ വെച്ചാൽ ഞങ്ങളിത് പൊട്ടിക്കുകയാണ്, പൊട്ടിച്ചിട്ടൊക്കെ കഴിക്കലും കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറുള്ളൂ. അത്ര സ്വാദാണ്, അത്ര ഇഷ്ടമാണ്, അത്ര നല്ലതാണ് നമുക്ക് ഈ കഴിക്കണതും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.